ഏവർക്കും സാഹിതിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഏറെ സന്തോഷത്തോടെ, ഏറെ അഭിമാനത്തോടെ സാഹിതിയിൽ നിന്ന് നിൽക്കുന്നത് വലിയൊരു സാഹിത്യകാരന്റെ ഉമ്മറത്താണ്. ഒത്തിരിയേറെ നല്ല കഥകൾ മലയാളത്തിന് സംഭാവന ചെയ്ത, ഒത്തിരിയേറെ നല്ല കവിതകൾ എഴുതിയ ഒരു വലിയ മനുഷ്യന്റെ തറവാടിന് മുന്നിൽ ഏറെ സന്തോഷത്തോടെ നിൽക്കുന്നു സാഹിതി. നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഒരു നാടിന്റെ പേര് അദ്ദേഹത്തിന്റെ പേരിനോട് ചേർത്ത് വെച്ചുകൊണ്ട് മനോഹരമായി എഴുതുന്ന ഒരു വലിയ മനുഷ്യൻ. ജനിച്ചു വളർന്നത് ആലപ്പുഴ ജില്ലയിലെ കണക്കൂർ എന്ന ഗ്രാമത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുംബൈയിൽ ആണവശക്തി നിലയത്തിലായിരുന്നു. മുംബൈ ആണവോർജ നിലയത്തിലെ ഔദ്യോഗിക ജീവിതത്തിൽ ആ തിരക്കിനിടയിലും അദ്ദേഹം നിരവധി കഥകൾ എഴുതി, നിരവധി പുരസ്കാരങ്ങൾ നേടി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അല്പനിമിഷം സാഹിതിയോടൊപ്പം ചെലവഴിക്കുന്നു. കേരളത്തിന്റെ പ്രിയങ്കരനായ, മലയാളികൾ നെഞ്ചോട് ചേർത്ത, മലയാളികൾ എന്നും ഇഷ്ടത്തോടെ ഓർക്കുന്ന മലയാളത്തിന്റെ സ്വന്തം കണക്കൂർ ആർ സുരേഷ് കുമാർ സാർ. അദ്ദേഹത്തിന്റെ തറവാടിന് മുന്നിലാണ് ഇന്ന് സാഹിതി. ഏറെ സന്തോഷത്തോടെ, ഏറെ അഭിമാനത്തോടെ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. തന്റെ ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും എഴുത്തിലേക്ക് വന്ന വഴികളെക്കുറിച്ചും എഴുത്തിലുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ചും എഴുത്ത് അദ്ദേഹത്തിന് നൽകിയ ഒത്തിരി സ്നേഹത്തെക്കുറിച്ചും ഒക്കെ സുരേഷ് സാർ നമ്മളോട് വിവരിക്കുമ്പോൾ അതിൽ അദ്ദേഹം അനുഭവിച്ച ജീവിത അനുഭവങ്ങളുണ്ട്. ഏറെ നാള് പ്രവാസിയായി ജീവിച്ചു. കാർവാറിലെ 18 വർഷത്തെ ജീവിതം വളരെ മനോഹരമായി സാർ നമുക്ക് പറഞ്ഞു തരുന്നു. ഈ ജീവിതങ്ങളെല്ലാം നമുക്കൊരു പാഠമാക്കി സുരേഷ് സാർ തരുമ്പോൾ എന്താ പറയുക, നമുക്ക് കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ. നമസ്കാരം. കണക്കൂർ എന്ന പേര് ഞാനിങ്ങനെ എൻ്റെ പേരിൻ്റെ കൂടെ ചേർത്തത്, സത്യം പറഞ്ഞാൽ അത് ഈ സുരേഷ് കുമാർ എന്ന പേര് വളരെ അധികം ജനറൽ ആയിട്ടൊരു പേരാണ്. അപ്പോൾ അത് തിരിച്ചറിയാൻ വേണ്ടിയാണ്. പക്ഷെ അതിനപ്പുറത്ത് അതിന് ചില മൂല്യങ്ങളുണ്ടെന്ന് ഞാൻ പിന്നീട് മനസ്സിലായി. കാരണം ഒന്നാമത്തത് ഈ ഗ്രാമത്തിന്റെ പ്രത്യേകതയാണ്. ശരിക്കും കണക്കൂറിന്റെ ഉടമസ്ഥൻ, ഞാൻ എൻ്റെ പേരിന്റെ ഉടമസ്ഥൻ ശരിക്കും ഒരു ധന്വന്തരി ക്ഷേത്രമുണ്ട്, ധന്വന്തരി മൂർത്തിയുണ്ട്. ഒരു കേരളത്തിലെ അപൂർവം ധന്വന്തരി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ കണക്കൂർ ധന്വന്തരി ക്ഷേത്രം. എൻ്റെ വീടിന്റെ തൊട്ട് തെക്കേ അതിരുമൊത്ത് മുഴുവൻ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളാണ്. ക്ഷേത്രത്തിന്റെ സമുച്ചയമാണ്. അതൊരു 4 ക്ഷേത്രങ്ങൾ ചേർന്നൊരു സമുച്ചയമാണ്. പിന്നെ ഈ നാടിന്റെ പ്രത്യേകത, ഇതിവിടെ വളരെ അടുത്ത കാലത്താണ് കുറച്ചെങ്കിലും ഒക്കെ പുരോഗമനം വന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടെ മതിലുകൾ പോലും ഇല്ലായിരുന്നു, വേലികൾ പോലും ഇല്ലാത്ത ഒരു ഗ്രാമമായിരുന്നു. വീടുകളിലെ പറമ്പുകളൊക്കെ ചേർന്ന് കിടക്കും. അപ്പം നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ, ഞാൻ ഇവിടെ തൊട്ടടുത്ത് സ്കൂളുണ്ട്, കണക്കൂർ ഇവിടെ തന്നെ ഒരു സ്കൂളുണ്ട്, തമ്പവച്ചോട് UP സ്കൂളുണ്ട്. ഇത് പണ്ട് LP സ്കൂളായിരുന്നു, ഞാൻ പഠിക്കുമ്പോൾ LP സ്കൂളായിരുന്നു. അതിനുശേഷം ഞാൻ മണ്ണഞ്ചേരിയിൽ പഠിച്ചു. ഈ മണ്ണഞ്ചേരി സ്കൂളിൽ നിന്ന് വരുമ്പോൾ വഴി ഈ പുഞ്ച കരിനിലങ്ങൾ എന്നാണ് പറയുന്നത്, കരിനിലങ്ങൾ എന്ന് പറയുന്ന പാടശേഖരങ്ങളുടെ വശത്തൂടെയൊക്കെയാണ് ഞങ്ങൾ നടന്നു വരുന്നത് കൂട്ടുകാരൊക്കെ ആയിട്ട്. അപ്പൊ അവിടെ ഈ പറമ്പുകളുടെ അതിരുകളൊന്നും നമുക്കറിയില്ല, എല്ലാം ചേർന്ന് കിടക്കും. കല്ലുകളൊക്കെ ഉണ്ടാകും, ചിലപ്പോൾ അതിരുകല്ലൊക്കെ ഉണ്ടാകും. പക്ഷെ വേലികളോ അങ്ങനെയൊന്നും ഉള്ള ഒരു അതിരിനെ മാർക്ക് ചെയ്ത് വെക്കുന്ന പരിപാടിയൊന്നും ഒന്നില്ലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ആണ് നാട് കുറെ പുരോഗമിച്ചു, എല്ലാ വീടുകളിലും മതിലുകളായി. അത് മനുഷ്യന്റെ സ്വഭാവത്തിലും ആ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ഒരു പക്ഷേ മതിലുകളില്ലാത്ത ലോകത്തിൽ നിന്ന് മതിലുകളുള്ള ലോകത്തേക്ക് വന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം മനുഷ്യർക്കും ഉണ്ടായിട്ടുണ്ടാകണം. എല്ലായിടത്തും ഉണ്ട്. അത് ഇവിടെ കണക്കൂര് മാത്രമല്ല, കേരളത്തിൽ എല്ലായിടത്തും ഉള്ളൊരു പ്രശ്നമാണത്. ഇപ്പൊ കേരളത്തില് സിറ്റികളെ തിരിച്ചറിയാൻ പാടില്ല, എല്ലാ സിറ്റികളും ചേർന്ന് കിടക്കുകയാണ്. കേരളം മുഴുവൻ വടക്ക് നിന്ന് തെക്ക് ഒരൊറ്റ സിറ്റിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതിന് നല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ, പണ്ട് നമുക്കൊരു ആഴ്ചപ്പതിപ്പ് വേണമെങ്കിൽ ഇവിടെ കിട്ടുമായിരുന്നു. ഇവിടെ തൊട്ടടുത്തുള്ള കടകളിലൊക്കെ ആഴ്ചപ്പതിപ്പ് കിട്ടുമായിരുന്നു. സ്വർണം വാങ്ങണമെങ്കിൽ ഞങ്ങൾ ടൗണിൽ പോകണമായിരുന്നു. ആലപ്പുഴ പോയാൽ സ്വർണം കിട്ടത്തുള്ളായിരുന്നു.
ഇന്ന് അതൊക്കെ മാറിയിട്ട് സ്വർണം കിട്ടുന്ന കട ഇവിടെ തൊട്ടടുത്തുണ്ട്, സ്വർണ്ണക്കടയുണ്ട്, 2 കടയുണ്ട്. എന്നാൽ ആഴ്ചപ്പതിപ്പ് വേണമെങ്കിൽ ഞാൻ ടൗണിൽ ബസ് കയറി പോകേണ്ട ഒരു മാറ്റം, അങ്ങനെ ഒരു മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഈ നാടിന്റെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് നാടിന്റെ പ്രത്യേകത ക്ലബ്ബുകളായിരുന്നു ഒരു കാലത്ത്. ഒരുപാട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ, എനിക്ക് ഓർമ്മയുള്ള ഒരു സുരഭി ക്ലബിനെ ഇപ്പോൾ ഓർമ്മയുണ്ട്. ഈ ക്ലബ്ബുകളിൽ ഒരുപാട് മത്സരങ്ങൾ നടത്തുമായിരുന്നു. ഓണത്തിനും ഓണബന്ധിച്ചും ഭാഷയോടനുബന്ധിച്ചൊക്കെ ആയിട്ട് മത്സരം നടത്തുമായിരുന്നു. അത് കൂട്ടത്തില് കവിതാരചന, കഥാരചന മത്സരമൊക്കെ നടക്കുമായിരുന്നു. അതാണ് ഈ നാടിനെ കുറിച്ചുള്ള ഒരു വലിയ ഓർമ്മയുള്ളത്. അതിലുപരി ഇവിടെ ഒരുപാട് ചെറിയ വായനശാലകൾ ഇന്നും ഉണ്ട്. ഇന്നും വായനശാലകൾക്ക് ക്ഷാമമില്ല. ഈ വീടിന് ചുറ്റുവട്ടത്ത് തന്നെ കുറച്ച് കിഴക്കോട്ട് പോലെ കായലിന് ഇറങ്ങുമ്പോൾ 2 വായനശാലകൾ അടുത്തടുത്തുണ്ട്. അതേപോലെ ആൾക്കൂട്ടമൊന്നും ഉണ്ടാകാറില്ല. എന്നാലും അവിടെ എല്ലാം മലയാളത്തിലെ ഒട്ടുമിക്ക ആനുകാലികങ്ങളും പത്രങ്ങളും എല്ലാം അവിടെ വരുന്നുണ്ട്. ഞാൻ പലപ്പോഴൊക്കെ നടക്കാൻ പോകുമ്പോൾ അവിടെ എല്ലാം കയറാറുണ്ട്. അങ്ങനെ അധികം ആളൊന്നും കണ്ടില്ല. വായിക്കുന്നുണ്ടോ ആളുകൾ, അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. ഇനി ഈ ജംഗ്ഷനിൽ ഇവിടെ ഈ അങ്ങോട്ട് പോകുമ്പോൾ നേതാജി ജംഗ്ഷൻ ഉണ്ട്, അവിടെയുണ്ട് ഒരു വായനശാല, നന്നായിട്ട് പ്രവർത്തിക്കുന്ന വായനശാലകളുണ്ട്. ഇതൊക്കെയാണ് ഈ നാടിന്റെ പ്രത്യേകത. ഈ നാട്ടിന്റെ പ്രത്യേകത പറയാനാണെങ്കിൽ എൻ്റെ തൊട്ട് അടുത്ത വീട്ടുകൾക്ക് പോലും അറിയില്ല ഞാൻ ഇങ്ങനെ എഴുതുന്നു, പുസ്തകം എഴുതുന്നു. ആരോട് ഞാൻ പറയാറില്ല. എൻ്റെ പല സുഹൃത്തുക്കൾക്കും അറിയില്ല. ഒരിക്കലും ഞാനൊരു സുഹൃത്ത് എങ്ങനെയോ അറിഞ്ഞു ഞാൻ എന്തോ എഴുതുന്നുണ്ടെന്ന്. അപ്പൊ അദ്ദേഹം ഒരിക്കലും കല്യാണ വീട്ടിൽ വെച്ച് എന്നെ കണ്ടു. അപ്പൊ അദ്ദേഹം ക്ഷയിക്കാനൊക്കെ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തോ കയ്യെഴുത്ത് മാസിക ഏതാണ്ട് എഴുതി ഇറക്കിയല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് കയ്യെഴുത്ത് മാസികയാണ് ഒരു സംഭവം. അദ്ദേഹം നമ്മൾ പുസ്തകം എഴുതുന്ന കാര്യങ്ങളൊന്നും അവർ അറിയുന്നില്ല എന്നുള്ളതാണ് ഒരു രസകരമായ സംഗതി. പിന്നെ വീട്ടിൽ നിന്ന് അച്ഛൻ നല്ല പ്രോത്സാഹനമായിരുന്നു. അച്ഛൻ പരസ്യമായിട്ട് പ്രോത്സാഹനം പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് അച്ഛൻ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പുസ്തക പ്രകാശനത്തിൽ അച്ഛനും പങ്കെടുത്തിരുന്നു. ജോസ് കാട്ടൂർ സാർ എന്ന് പറഞ്ഞ അദ്ദേഹം കോളേജ് പ്രിൻസിപ്പാളൊക്കെ റിട്ടയർ ആണ്. അദ്ദേഹം ഇപ്പൊ ഇന്നില്ല. അദ്ദേഹം എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച ആളാണ്. അപ്പൊ കാട്ടൂർ സാറ് അദ്ദേഹം ഈ പുസ്തക പ്രകാശനത്തിൽ എല്ലാവരും സംസാരിച്ചു കഴിയുമ്പോൾ അച്ഛനെ സംസാരിക്കാൻ വേണ്ടി വിളിച്ചു. ഞാനും പ്രതീക്ഷിച്ചില്ല അച്ഛനെ വിളിക്കുന്നു, പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ അച്ഛൻ അച്ഛൻ സംസാരിക്കുന്നത് എനിക്കും അത്ഭുതമായിരുന്നു. പക്ഷെ 10-35 വർഷം അധ്യാപകനായിരുന്ന അച്ഛന് ഇതൊരു പ്രശ്നമല്ല. അദ്ദേഹം വളരെ ഏറ്റവും മനോഹരമായിട്ട് സംസാരിച്ചു. അദ്ദേഹം എൻ്റെ എഴുത്തിനെ കുറിച്ചും എൻ്റെ കുട്ടിക്കാലത്തെ മുതലുള്ള എഴുതാനുള്ള ആഗ്രഹത്തെക്കുറിച്ചും, അച്ഛനാണ് എന്നെ ആദ്യകാലത്തൊക്കെ ഈ ക്ലബിലൊക്കെ മത്സരം വരുമ്പം അയക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അന്ന് വളരെ നന്നായിട്ട് സംസാരിച്ചു. പിന്നെ അനുജൻ നന്നായിട്ട് വായിക്കുന്ന ആളാണ്. പിന്നെ ഞാൻ വിവാഹം കഴിച്ചത് ആലപ്പുഴയിൽ തന്നെയാണ്. ഞങ്ങള് ഒരുമിച്ചാണ് കുറെ വർഷങ്ങളായിട്ട് കേരളത്തിന് വെളിയിൽ താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ ഭാര്യ ലത ഇപ്പോൾ മറുനാടൻ കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്ന മലയാളം മിഷൻ സജീവമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് മലയാളം മിഷനിലെ ടീച്ചറാണ്. ഒരുപാട് കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നുണ്ട്. കർണാടകത്തിലുള്ള സമയത്താണെങ്കിൽ കാർവാറിലും ഗോവയിലും ഇപ്പോൾ ബോംബെയിലും വളരെ സജീവമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ വ്യാപൃതയാണ്. 2 കുട്ടികൾ, ഒരാള് ഡൽഹിയിലാണ് ഇപ്പം ജോലി ചെയ്യുന്നത്, ഇളയാൾ ഇപ്പം പഠിത്തം കഴിഞ്ഞു. 2 പേരും മലയാളം അത്യാവശ്യം വായിക്കും. അത്ര ഫ്ലുവൻ്റ് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം മലയാളം വായിക്കും. അപ്പം എൻ്റെ ഇളയ മകനെ ഞാൻ മലയാളം പഠിപ്പിക്കാൻ വേണ്ടി മലയാളം മിഷനിൽ ചേർത്തപ്പം ഒരു കാര്യം പറഞ്ഞു, ഞാൻ മലയാളം പഠിക്കുക, അച്ഛൻ്റെ പുസ്തകം വായിക്കാൻ പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷെ ആള് അത്യാവശ്യം നോക്കിയൊക്കെ വായിക്കും. കന്നഡയും വായിക്കും, ഹിന്ദിയും ഒക്കെ അവർ വായിക്കും. ഇവര് 2 മക്കളും കന്നഡ നന്നായിട്ട് വായിക്കുന്നുണ്ട്, നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്കൊരു വിഷമമുള്ളത് ഇത്രയും സാഹിത്യ പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും ഉണ്ടെങ്കിലും മറ്റു ഭാഷകൾ പഠിക്കാൻ ഞാൻ വലിയ ഉത്സാഹം കാണിച്ചില്ലെന്നൊരു വിഷമമുണ്ട്. ഏകദേശം 20 വർഷം കർണാടകത്തുണ്ടായിട്ടും കന്നഡ കേട്ടാൽ മനസ്സിലാകും, അത്യാവശ്യം പറയാമെന്നല്ല, അത് വായിക്കാൻ പഠിച്ചില്ല. എനിക്കിപ്പോൾ ഒരു വിഷമമുണ്ട്. കാരണം എൻ്റെ നോവൽ ഭൗതി കന്നഡയിലോട്ട് ട്രാൻസ്ലേഷനായി, അതിന് പതിപ്പുകളൊക്കെ വരുന്നു. പക്ഷെ എനിക്കത് കന്നഡ വായിക്കാൻ കഴിയാത്തൊരു വിഷമമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് പഠിക്കേണ്ടതായിരുന്നു തോന്നുന്നു. ഇപ്പോൾ മറാഠി പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പഠിക്കും മറാഠി. ഇനിയും കുറച്ച് വർഷം കൂടെ ബോംബെയിലുണ്ടെങ്കിൽ മറാഠി പഠിക്കുന്ന ഒരു ദൃഢനിശ്ചയത്തിലാണത്. കാരണം ആ മറാഠിയിലാണ് ഏറ്റവും മഹത്തായ രചനകൾ വരുന്നൊരു ഭാഷയാണ് മറാഠി. നമ്മുടെ മലയാളത്തെക്കാൾ ഒരുപക്ഷെ മികച്ച രചനകൾ വരുന്നുണ്ടാകും. നമുക്കത് അറിയാൻ കഴിയാനിട്ടായിരിക്കും. കാരണം അത്രമാത്രം ആളുകൾ വായനയ്ക്കും എഴുത്തിനും വേണ്ടി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭാഷയാണ് മറാഠി ഭാഷ. മറാഠിയിൽ ബോംബെയുടെ അടുത്ത് ഇരിക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞു, അവിടെ പുസ്തകങ്ങൾക്ക് ഒരു വില്ലേജ് ഉണ്ട്. ഒരു പുസ്തകങ്ങളുടെ മാത്രം ഒരു ഗ്രാമമുണ്ട്. അവിടെ എല്ലാ വീടുകളിലും ലൈബ്രറി, പുസ്തകങ്ങൾ ഗ്രാമമുള്ള സ്ഥലമാണ് മഹാരാഷ്ട്ര. അതുപോലെ കന്നഡയിലും എഴുത്തിലും വായനയിലൊക്കെ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്.
കന്നഡയിലൊക്കെ എഴുതി ജീവിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. വേറെ ജോലിയൊന്നും വേണ്ട, എഴുതിയാൽ മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കർണാടക. എഴുത്ത് ജീവിതത്തില് വളരെ വിചിത്രമായ പല കാര്യങ്ങളുണ്ട്, രസകരമായ പല കാര്യങ്ങളുണ്ട്. ഞാൻ എഴുത്തില് ഇങ്ങനെ സജീവമാകുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എൻ്റെ ഒരു ഗുരുതുല്യനായ ഒരു ചേട്ടനുണ്ട്, വിജയൻ നളന്ത എന്ന് പറഞ്ഞ വിജയൻ ചേട്ടൻ. അപ്പൊ ഒരിക്കലും വിജയൻ ചേട്ടനാണ് ഇങ്ങനെ എന്നോട് പറഞ്ഞേടാ, നീ അന്ന് ഞങ്ങള് മംഗളം വാരികയ്ക്ക് വേണ്ടി സമാജങ്ങളെ കുറിച്ച്, മറുനാടൻ മലയാള സമാജങ്ങളെ കുറിച്ചുള്ള കുറിപ്പുകൾ എഴുതാൻ വേണ്ടി ഒരു പങ്ക്തി ഉണ്ടായിരുന്നു പണ്ട്. അതിനുവേണ്ടി ഇങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ സഹകരിച്ചാണ് നടത്തിക്കൊണ്ടിരുന്നത്, ആ പങ്ക്തി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹമാണ് പറഞ്ഞത്, നീ കഥകളിലേക്ക് തിരിക്കണം. ഞാൻ പണ്ട് കോളേജ് പഠിക്കുമ്പോൾ എഴുതിയ ഒരു ഓർമ്മയുള്ളൂ. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 18 വർഷത്തെ ഒരു ഇടവേള വന്നു കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും എഴുതാൻ പറ്റുന്ന ഒരു ഉറപ്പില്ലായിരുന്നു. പക്ഷെ വിജയൻ ചേട്ടൻ്റെ പ്രോത്സാഹനം, അതുപോലെ ഒരുപാട് നിരവധി പേരുടെ പ്രോത്സാഹനം ഉണ്ട്. അത് പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് മനസ്സുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് തിരിച്ചടികൾ നമുക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ എല്ലാം ചില പുസ്തകങ്ങൾ എന്തുകൊണ്ടാണ് പലരും അത് വായിക്കാൻ അവർ താല്പര്യം കാണിക്കാതിരിക്കുകയും എന്നാൽ മറ്റു ചില വളരെ എനിക്ക് ചിലപ്പോൾ എൻ്റെ തെറ്റാകാതെ എന്നെ ഒട്ടും പിടിച്ചിരുത്താത്ത പുസ്തകങ്ങളെ കുറിച്ച് അവർ വായ തോരാതെ പറയുകയും ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. ഈ അടുത്തൊരു സംഭവം, കുറച്ചുകൂടെ ഒരു സംഭവം ഉണ്ടായി. ബോംബെയിലെ ഒരു സുഹൃത്ത് ആയിട്ടുള്ള ബന്ധപ്പെട്ടൊരു സംഭവമാണത്. അതായത് മുംബൈയിലെ വളരെ പ്രശസ്തനായ ഒരു വ്യക്തി അന്തരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കുറച്ച് പുസ്തകങ്ങളെ കുറിച്ചൊക്കെ ഒരു വാർത്തകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്നത്. അപ്പം ഈ സുഹൃത്ത് പറഞ്ഞു, അയ്യോ എനിക്കറിയില്ലായിരുന്നു ഇത്രയും പുസ്തകമൊക്കെ ഇദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന്, ഇതൊക്കെ ഞാൻ തിരക്ക് പിടിച്ച് വായിക്കും എന്നിങ്ങനെ എഴുതി. അപ്പോൾ ഞാൻ അതിന്റെ അടിയിൽ എഴുതി, ഞാനും കുറച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്, അതിന്റെ 2-3 പുസ്തകത്തിന് ടൈറ്റിലൊക്കെ ഇട്ടപ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് വായിക്കും, അല്ലെങ്കിൽ ഞാനെങ്ങനെ നാളില്ലാതെ നിങ്ങൾക്ക് വിഷമം വരണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അതിലെ തമാശ പോലും ആ വ്യക്തിക്ക് മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞത് അത് ഞാൻ നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. കാരണം ഈ പുസ്തകങ്ങൾ വായിക്കാൻ നമ്മുടെ എഴുത്തുകാർ പോലും വായനയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. കാരണം നമ്മുടെ ബോംബെയിലോട്ട് വീണ്ടും തിരിച്ചു വരാം. ബോംബെയിൽ തന്നെ എനിക്കറിയാവുന്ന 500ഓളം കവികൾ എനിക്കറിയാം, വേണമെങ്കിൽ പേപ്പറിൽ എഴുതാൻ പറ്റും. അപ്പോൾ അത്രയും കവികളുള്ള ബോംബെയിലെ ഒരു പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞാൽ 500 കോപ്പിയൊക്കെ വിറ്റ് പോകേണ്ടതാണ് ഇവർ തന്നെ വാങ്ങിച്ചു കഴിഞ്ഞാൽ. പക്ഷെ അതൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അത് വായിക്കുന്നില്ല, എഴുത്തിലോട്ട് മാത്രം എല്ലാവരും ഒരു ആത്മസംതൃപ്തി കണ്ടെത്തുന്നത് സ്വയം ഒരു ആത്മരീതി പോലെയാണ്. അത് എഴുതി രസിക്കുകയാണ് അവർ ചെയ്യുന്നത്. അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ പറയാറുണ്ട്, വായിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് വായിപ്പിക്കാനുള്ള ശ്രമം നടത്താറുണ്ട്. പലപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്, നമ്മളിങ്ങനെ ഈ സാഹിത്യ പ്രവർത്തനത്തിന് വേണ്ടി നടക്കുന്ന ഇങ്ങനെ സാഹിത്യ അരങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന സമയമൊക്കെ അത് ഗുണപരമാണെന്ന് എനിക്ക് സംശയം തോന്നി തുടങ്ങി. ഞാൻ ബോംബെയിൽ തന്നെ സാഹിത്യ അക്കാദമിയായിട്ട് ചേർന്ന് 2-3 പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു കവിതാ ശില്പശാല സംഘടിപ്പിച്ചു. അത് ഇതിനു മുന്നേയും പല പരിപാടികൾ ബോംബെയിലും ഗോവയിലും കാർവാറിലൊക്കെ സംഘടിപ്പിക്കാൻ സാധിച്ചു. ഇതിനൊക്കെ വേണ്ടി ഒരുപാട് സമയം നമ്മൾ വ്യയം ചെയ്യുന്നുണ്ട്. അത് ഒരു ദുരുപയോഗമായി പോകുന്നുണ്ടോ, അത് ഉപയോഗമില്ലാതെ പോകുന്നു എന്നൊരു പേടി കൂടെ വന്നു തുടങ്ങി. അത് അങ്ങനെ ആകരുതേ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാർവാർ ജീവിതത്തെ കുറിച്ച് പറയാനാണെങ്കിൽ 20 വർഷക്കാലം 2 പതിറ്റാണ്ട് കാർവാർ ജീവിച്ചു. കാർവാർ ഞങ്ങൾ താമസിച്ചിരുന്ന കോളനി ഒരു വനത്തിനുള്ളിലായിരുന്നു, ഒരു വനനിബിഡമായ പ്രദേശമായിരുന്നു. അവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം ഒരു പുഴയായിരുന്നു, കാളി നദി. ഞാൻ ബൗദ്ധി നോവലിലൊക്കെ പരാമർശിച്ച കാളി നദിയും ഞാനുമായിട്ട് വലിയ ആത്മബന്ധമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ കാർവാർ വിടാൻ തന്നെ ഒരു വിഷമം കാളി നദിയെ വിട്ടുപോകുക എന്നുള്ളതായിരുന്നു. കാരണം അത്ര മനോഹരമായ തീരങ്ങളാണ് കാളി നദിയുടെ ഉത്ഭവസ്ഥാനം തേടി ഞങ്ങൾ പോയിട്ടുണ്ട്. ബിഗ്ഗി എന്ന് പറഞ്ഞൊരു മലയുടെ മുകളിലുള്ള ചെറിയ ഒരു നീർച്ചാൽ, അവിടെ നിന്നാണ് ഈ കാളി നദി. അവിടെ അവരുടെ ദേവതയാണ് ഈ കാളി നദി. അവിടെ ഒരു എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. മലയെല്ലാം കുന്നെല്ലാം കയറി ചെല്ലണം. ആ സ്ഥലം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ അവരൊരു ആരാധനാ സ്ഥലമാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. അങ്ങനെ ഇത് പരന്ന് ഒഴുകി കുറെ അണക്കെട്ടുകളെല്ലാം കടന്ന് അവസാനം കടലിൽ പോയി ചേരുകയാണ് ചെയ്യുന്നത്. അറബിക്കടലിൽ പോയി പതിക്കുകയാണ് ചെയ്യുന്നത്.
കാർവാറിലാണ് ഇത് അറബിക്കടൽ ചേരുന്നത്. അഴിമൂവും മനോഹരമായ സ്ഥലമാണ്. തീരദേശ പാത ഇങ്ങനെ പോയിട്ട് നമ്മുടെ കന്യാകുമാരി നിന്ന് പനവേൽ മുംബൈ വരെയുള്ള ഹൈവേ പോകുന്നത് ഈ കാളി നദിയുടെ മുകളിൽ കൂടെ പാലത്തിൽ കൂടെയാണ്. അത് മാത്രമല്ല കൊങ്കൺ റെയിൽവേയും പോകുന്നത് കാളി നദി ക്രോസ് ചെയ്താണ്. കാളി നദിയുടെ മുകളിൽ കൂടെ നീണ്ട പാലമുണ്ട്. കൊങ്കൺ യാത്ര ചെയ്യുന്നവർക്കെല്ലാം കാളി കാണാം. അതിമനോഹരമായ കണ്ടൽക്കാടുകൾ ചുറ്റും ഉള്ള ഒരു പ്രദേശമാണ്. ശരിക്കും ഞാൻ കുറഞ്ഞൊരു 5 കഥയെങ്കിലും കാളി നദിയുടെ പശ്ചാത്തലത്തിൽ എഴുതാൻ സാധിച്ചു. പിന്നെ നദിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ നദികൾക്കുള്ള പ്രത്യേകത, ഈ നദിയുടെ പ്രത്യേകത അവിടുത്തെ ചുറ്റുവട്ടത്തുള്ള ഗ്രാമവാസികളാണ്. നദിയോട് ചേർന്നുള്ള ഗ്രാമങ്ങളിലെ ആളുകൾ, അവരുടെ എല്ലാം ജീവിതം ഈ നദിയായിട്ട് ബന്ധപ്പെട്ടാണ്. നദിയിൽ മീൻ പിടിച്ചും അല്ലെങ്കിൽ മറ്റുള്ള നദീതടത്തിലുള്ള തൊഴിലൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവിടെ. പിന്നെ ആ ഭാഗത്തുള്ളൊരു മറ്റൊരു പ്രത്യേക സിദ്ധികൾ എന്ന് പറഞ്ഞൊരു ഇതാണ്. ബൗദ്ധ നോവല് പരാമർശിച്ചിട്ടുണ്ട് ആ സിദ്ധികളെ കുറിച്ച്. സിദ്ധികൾ എന്ന് പറഞ്ഞാൽ പണ്ട് ആഫ്രിക്കയിൽ നിന്ന് എത്തിപ്പെട്ട ഒരു ആഫ്രിക്കൻ വംശജരുടെ ഒരു പരമ്പരകളാണ്. ചുരുണ്ടുകൂടിയൊക്കെ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ആഫ്രിക്കയുടെ ഒരു ഛായൊക്കെ തോന്നും. പക്ഷെ അവർ പറയുന്ന കന്നഡ ഭാഷയാണ്. അവർ ശരിക്കും ഇവിടുത്തുകാരായി മാറിയാണ്ട് 150 വർഷം മുന്നേത്തെ കപ്പൽ പറഞ്ഞിട്ടൊക്കെ അവിടുന്ന് വന്ന അടിമകളാണെന്ന് പറയപ്പെടുന്നു. അത് എനിക്ക് പലരും അറിയാം. അതിൽ കുറച്ച് അവിടെ ഒരു ഹോട്ടലിലൊക്കെ ജോലി ചെയ്യുന്ന സിദ്ധി പയ്യന്മാരെയും സ്ത്രീയൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പല വീടുകളിലും വേലയ്ക്കൊക്കെ അവർ വരുന്നുണ്ട്. നല്ല പാവം ജനങ്ങളാണ് അവർ. അങ്ങനെ കാർവാറിന്റെ മറ്റൊരു പ്രത്യേക ഗോവയായിട്ടുള്ള സാമീപ്യമാണ്. കാർവാർ തൊട്ട് ഗോവയായിട്ട് ചേർന്ന് നടക്കുന്നതാണ്. അപ്പം ഗോവൻ ശൈലി കുറച്ചൊക്കെ കാർവാറിലുണ്ട്. ഗോവൻ ജീവിത രീതി, അവിടുത്തെ ക്രിസ്ത്യൻ വിവാഹങ്ങളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഗോവൻ ശൈലിയിലുള്ള വിവാഹങ്ങളാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു ഭൂഭാഗമാണ് കാർവാർ. എഴുത്ത് ജീവിതം ആരംഭിക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്. അക്കാലത്ത് നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് മണ്ണഞ്ചേരി അല്ലെങ്കിൽ കണക്കൂർ ആ ഭാഗത്തൊക്കെ ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ. ഇപ്പൊ എനിക്ക് ഓർമ്മയുള്ള വീനസ് ക്ലബ്ബുണ്ട്. അങ്ങനെ കുറെ ക്ലബ്ബുകൾ, അവരൊക്കെ മത്സരങ്ങൾ നടത്തുമായിരുന്നു. അപ്പൊ അതിലൊക്കെ യുവധാര വായനശാലകൾ, കുറെ വായനശാലകളൊക്കെ മത്സരങ്ങൾ നടത്തുമായിരുന്നു. അതിലൊക്കെ കഥയും കവിതയൊക്കെ എഴുതി കൊടുത്ത് അതിലൊക്കെ സമ്മാനമൊക്കെ കിട്ടിയാണ് തുടക്കം. പക്ഷെ ആ കഥകളൊന്നും ഞാൻ പിന്നീട് സൂക്ഷിച്ചതും വെച്ചിട്ടില്ല. എനിക്കറിയില്ല കഥകളെ കുറിച്ചൊന്നും. ഇപ്പൊ ആ കഥയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം കൗതുകം തോന്നുമായിരിക്കും. അതിനുശേഷം കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു മനോരാജ്യം നടത്തിയ മിനിക്കഥാ മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടുകയുണ്ടായി. അങ്ങനെ ഒരു സമ്മാനം കിട്ടുന്ന ആദ്യ കഥയാണത്. അത് ഒരു പുതിയ സാർ എന്നൊരു കഥയായിരുന്നു. പുതിയ സാറ് കുഞ്ഞു കഥയാണ്. അത് കഴിഞ്ഞ് മനോരാജ്യത്തിൽ ഫോട്ടോ ഒക്കെ അടിച്ചു വന്ന വലിയ സംഭവമായിരുന്നു. എനിക്ക് എൻ്റെ അനിയനൊക്കെ അത് കൊണ്ടു നടന്ന് കാണിച്ച ഒരു ഓർമ്മയുണ്ട്. അതിനുശേഷം കുങ്കുമം മാസികയിൽ അടുപ്പിച്ച് 2 കഥകൾ പ്രസിദ്ധീകരിച്ചു. ആദ്യത്തെ കഥയുടെ പേര് ഓർമ്മയുണ്ട്, ബ്രഹ്മി എന്ന് പറയുന്ന കഥയാണ്. അടുത്ത കഥയുണ്ട്. 2 കഥ എൻ്റെ പുസ്തകത്തിൽ, ആദ്യത്തെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആ 2 കഥകളും. പിന്നെ എന്താണെന്നറിയില്ല, പെട്ടെന്ന് എഴുത്ത് നിന്നുപോയി. അതെന്താ കാര്യം എന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നില്ല. ഞാൻ പിന്നെ ഒന്നും എഴുതിയിട്ടില്ല. ഏകദേശം നീണ്ട ഒരു 18 വർഷക്കാലം ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. പിന്നീടാണ് ഒരു യാത്ര പോകുന്നത്. അത് ആ യാത്ര പോകുന്നത് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് ഹിമാലയത്തിൽ പോവാണ്. ഞാനും എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, കോവിഡ് കൊണ്ടുപോയൊരു സമയത്ത് ഒരാളാണ്. അദ്ദേഹമായിട്ട് ഞങ്ങള് ഹിമാലയത്തിൽ പോയി, സർപ്പാസ് യാത്ര. അപ്പം ഞങ്ങള് സർപ്പാസിൽ എത്തി, ബേസ് ക്യാമ്പിലെത്തി. 16 ദിവസത്തെ മലകയറ്റമാണ്, ഐസിക്കൂടുള്ള യാത്രയൊക്കെയാണ്. നമ്മളവിടെ എത്തിയപ്പോൾ അവിടെ മലയാളം പറയുന്ന ആരൊക്കെയോ നോക്കിയപ്പോൾ ഒരു കൂട്ടം മലയാളികളുണ്ട്. അവരുമായിട്ട് പരിചയമായി. അപ്പൊ അവര് ഞങ്ങളെ കൂടെ ചേർത്തു. അങ്ങനെ ഞങ്ങള് ഒരു പറ്റം മലയാളികളായി മാറി. അന്ന് കൂടെ ഉണ്ടായിരുന്ന മലയാളികള് ആരൊക്കെയെന്ന് ഞാൻ പറയാം. ഒന്ന് പി രാമേന്ദ്രൻ മാഷാണ്. ലളിത എന്ന കവിത ഇന്ന് നമ്മളെ കയറ്റുപാടുന്നത്. അന്ന് ലളിത അവിടെ വെച്ച് അത്യാവശ്യം ചുരുക്കിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അനിത തമ്പി, ഋഷികേശൻ, അൻവർ അലി, പിന്നെ ടി.കെ. മുരളീധരൻ. ഇവരൊക്കെ എനിക്കന്ന് കവികളെ ഒന്നും കണ്ടിട്ടില്ല. അതുപോലെ ജീവനോടെ ഒന്നും കവികളെ അടുത്ത് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോ അങ്ങനെ യാത്ര പോയി. ഞങ്ങൾ എല്ലാ ദിവസവും ക്യാമ്പില് അവിടെ എവിടെങ്കിലൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇവരൊക്കെ സാഹിത്യം പറയും. നമുക്കതൊക്കെ ഇങ്ങനെ മേൽക്കൂടെ പോകുന്നുണ്ട്.
അത് കഴിഞ്ഞ ശേഷം ഒരു EPN ഉണ്ടായിരുന്നു. EPN ഞങ്ങളുടെ ഗുരുസ്വാമി, അവിടെ വെച്ച് പരിചയപ്പെട്ട ആളാണ്. ഇന്ന് വലിയ ആക്ടിവിസ്റ്റാണ്, തിരുവനന്തപുരം ബേസ് ആയിട്ടുള്ള വലിയ വളരെ അറിയപ്പെടുന്ന ആക്ടിവിസ്റ്റാണ് EPN അനിൽ. ഇന്നും ആ സൗഹൃദം, ഇവരുടെ എല്ലാ സൗഹൃദം ഇന്നും അതുപോലെ ഉണ്ട്. അതിനുശേഷം ഞങ്ങളെല്ലാം തിരിഞ്ഞ് വന്നപ്പോൾ ഞാൻ അന്ന് ഈ ബ്ലോഗ് എഴുതുന്ന സമയമാണ്. അപ്പൊ ഞാൻ ഈ യാത്രയെ കുറിച്ച് എഴുതിയ ഒരു ബ്ലോഗ് ഉണ്ടായിരുന്നു. അന്ന് ആ ബ്ലോഗിന്റെ പ്രധാനപ്പെട്ട ഒരു എഴുതാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ EPN പറഞ്ഞൊരു ഡയലോഗായിരുന്നു, അദ്ദേഹം പറഞ്ഞൊരു വാചകം. ഞങ്ങളെല്ലാം ചിരിച്ചൊരു വാചകമുണ്ട്. അതായത് അന്ന് ഗംഗയുടെ തീരത്തൂടെയാണ് നടക്കുന്നത്, മല കയറുന്നത്. അത് ഗംഗയിൽ മൊത്തം പാറയുള്ളൂ, വെള്ളം തരി പോലും ഇല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ് ഗംഗയിൽ മുങ്ങിയാൽ പല്ലു പോകുമെന്ന് പറഞ്ഞു. കാരണം വെള്ളമില്ല, കല്ല് മാത്രം ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പൊ സീസൺ വേണം അവിടെ, ആ സീസൺ ഡ്രൈ ആകുന്ന പറ്റണം ആ ഭാഗം, അങ്ങനെ എന്തോ ആണത്. അപ്പൊ അത് വെച്ചിട്ട് ഞാനൊരു ബ്ലോഗ് എഴുതിയത്. ബ്ലോഗ് അടിച്ച് എഴുതിയപ്പോൾ ആ യാത്രാ അനുഭവങ്ങൾ, ഒരുപാട് അനുഭവങ്ങളുടെ യാത്രയായിരുന്നു. ആ ബ്ലോഗ് അവർക്ക് അയച്ചു കൊടുത്തു. അന്ന് ഈ ഓർക്കൂട്ട് പോലും വരാത്ത കാലമാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഓർക്കൂട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് സോഷ്യൽ മീഡിയ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം ഉപയോഗിക്കുന്ന സമയമാണ്. ബ്ലോഗാണ് അന്നത്തെ മാധ്യമം. അപ്പോൾ മലയാളം ഫോണ്ട് തന്നെ വളരെ പാടാണ് എഴുതാനൊക്കെ. അന്ന് മലയാളം ഫോണ്ട് എഴുതുന്ന എനിക്ക് വളരെ ബുദ്ധിമുട്ട് എഴുതുന്നത്. പക്ഷെ ഇതൊക്കെ എടുത്ത് അയച്ചു കൊടുത്തപ്പോൾ ഇവരിത് വായിച്ചിട്ട് പറഞ്ഞു, ഇത് കൊള്ളാമല്ലോ, ഇതിൽ യാത്രാവിവരണമാക്കി എഴുതാൻ കൊള്ളാമെന്ന് പറഞ്ഞു. അല്ലത് തന്നെ മുൻകൈ എടുത്ത് അതിനൊരു ചെറിയൊരു കുറിപ്പ്, ഒരു മുഖക്കുറിപ്പ് എഴുതി തന്നു. ഈ നമ്മുടെ EPN പറഞ്ഞ അദ്ദേഹത്തിന്റെ സുഹൃത്ത് പ്രസക്തി പബ്ലിക്കേഷൻസ് അത് പ്രസിദ്ധീകരിച്ചു ആ പുസ്തകം. അതാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം. PP രാമേന്ദ്ര മാഷാണ് ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. മലപ്പുറം പ്രസ് ക്ലബ് വെച്ചു. വലിയൊരു ചടങ്ങായിരുന്നു. എനിക്കത് അപ്പോഴും ഒരു എഴുത്തുകാരനാകുമെന്നോ അല്ലെങ്കിൽ കഥ എഴുതുന്നോ എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. പക്ഷെ അതിനുശേഷം വായന കൂടി എന്നുള്ളതാണ്. അതിനുശേഷം കുറച്ച് വായന ഇതിലോട്ട് കുറച്ചുകൂടെ വന്നു. കാരണം ഇവരെ വായിക്കാനുള്ള കാര്യം ഇതാണ്. ഈ PP രാമേന്ദ്രന്റെയും അനിത തമ്പിയുടെയും ഒക്കെ കവിതകളൊക്കെ ഞാൻ അതുവരെയൊക്കെ അന്നും മാതൃക വരുത്തുണ്ടായിരുന്നു. മാതൃക മാത്രം വരുന്ന സമയമായിരുന്നു അത്. അതിനുശേഷം ഞാൻ ഒരുപാട് ആനുകാലികങ്ങൾ വരുത്താനും വായിക്കാൻ തുടങ്ങി. ഇന്നും തുടരുന്നുണ്ട്. ഇന്നും ഒരു 5-6 ആനുകാലികങ്ങൾ ഞാൻ വരുത്തുന്നുണ്ട്. ഹോസ്റ്റലാണ് വരുന്നത്. എനിക്ക് ഇപ്പോഴും ഹോസ്റ്റലിലോട്ടുള്ള ശീലമായിട്ടില്ല. അങ്ങനെ ഒരു കുറെ വായന ഉണ്ടായി എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഗുണം. അപ്പോഴും എഴുത്തൊന്നും മനസ്സിൽ വന്നിട്ടില്ല. ഈ ഒരു പുസ്തകം ഇറങ്ങിയെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് സജു ആയിട്ടുള്ള ബന്ധം, ഈ പ്രസക്തി പബ്ലിക്കേഷൻസ് സജുവായിട്ടുള്ള ബന്ധം, അദ്ദേഹം എന്നെ വീണ്ടും കഥകൾ എഴുതാൻ പ്രേരിപ്പിച്ചു. പക്ഷെ എനിക്ക് ധൈര്യം വന്നില്ല. ആ ഇടയ്ക്കാണ് ഞാൻ ഒഫീഷ്യലി ഒരു ഡെപ്യൂട്ടേഷനിൽ ബോംബെക്ക് വരുന്നത്. അന്ന് മുംബൈ ആയിക്കഴിഞ്ഞ സമയമാണെന്ന് തോന്നുന്നു. 2009 സമയത്തിലാണ്. അപ്പം ഞാനിങ്ങനെ മുംബൈ എത്തി. സെൻട്രൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ ഒരു ഹയർ സ്റ്റഡീസിന് വേണ്ടി വന്നതാണ്. ഒരു പോസ്റ്റ് ഡിപ്ലോമ കോഴ്സിന് വേണ്ടി, അഡ്വാൻസ് ഡിപ്ലോമ കോഴ്സ്. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞപ്പം അവിടെ ശനിയും ഞായർ അവധിയാണ്. അങ്ങനെ ഈ ശനിയും ഞായറും വെറുതെ ബോംബെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു ശീലം. ആൾട്ടർനേറ്റ് ശനി ഞായർ. ചില ഇടയ്ക്ക് ഞാൻ കാർവാർ പോകും, വീട്ടിൽ വൈഫിനെയും കുട്ടികളെയും കാണാൻ പോകും. അടുത്ത ശനി ഞായറാഴ്ച ഇവിടെ തന്നെ തങ്ങും. അങ്ങനെ ഇരിക്കും പത്രത്തിൽ ഒരു ചെറിയൊരു കുറിപ്പ് കണ്ടു. മുംബൈ സാഹിത്യവേദിയിൽ ആരോ കഥകൾ അവതരിപ്പിക്കുന്നു, അതിന് സമയമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് സ്ഥലമൊന്നും ഇത്ര പിടുത്തില്ല, മാട്ടുങ്കയാന്ന് മാത്രം അറിയാം. അവിടെ ഞാൻ ചോദിച്ച് അവിടെ എത്തി. മാട്ടുങ്ക എത്തി. വൈകുന്നേരം ചെന്നപ്പോൾ അവിടെ കുറച്ച് ആളുകൾ ഇരിപ്പുണ്ട്. ചെറിയ റൂമാണ്. അവിടെ കുറെ ആളുകൾ ഇരിപ്പുണ്ട്. ആരും പരിചയമുള്ള ആരും ഇല്ല. അവിടെ പോയി അകത്ത് പോയിരുന്നു. അവരൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഇരുന്നോ, വരണമെന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തി. പിന്നീടാണ് അവരൊക്കെ അറിയുന്നത്. അത് അതിൽ പ്രധാനപ്പെട്ട ആള് ഡോക്ടർ വേണുഗോപാൽ സാറാണ്. വേണുഗോപാൽ സാർ. ഇന്ന് അദ്ദേഹം തൃശ്ശൂർ സിറ്റിലായി, ബോംബെയോട്ടൊക്കെ പോയി. പിന്നെ മാനസി ചേച്ചിയാണ്, എഴുത്തുകാരി മാനസി. എനിക്ക് ആ മാനസിയെ വായിച്ചുള്ള അറിവുണ്ടല്ലോ, പരിചയമൊന്നുമില്ല. പിന്നീട് അടുത്താണ് മാനസി എന്ന് അറിയുന്നത്. അതുപോലെ ഒരുപാട് ഒരു സ്വാമി സംവിധാനമുണ്ട്. കാഷായ വസ്ത്രമൊക്കെ ധരിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെയും ഒരുപാട് പേരുണ്ട്. പേരൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. എനിക്ക് പേര് എല്ലാം ഓർത്ത് പറയാവുന്ന പേരുകളാണ് പലതും. കാരണം അവരൊക്കെ പിന്നീട് ഇപ്പൊ എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഇവരെല്ലാം. അപ്പൊ സാഹിത്യവേദിയിൽ അവിടെ ഒരു വ്യക്തി 2 രചനകൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഇവരെല്ലാം അഭിപ്രായം പറയുന്നു, വിമർശിക്കുന്നു. കൊള്ളാം, നല്ല പരിപാടിയെന്ന് എനിക്കും തോന്നി. അവർ പറഞ്ഞു എല്ലാ മാസവും ആദ്യ ഞായറാഴ്ച ഇവിടെ ഇങ്ങനെ വേദി ഉണ്ടാകും, വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ശരിയെന്ന് പറഞ്ഞു. അപ്പൊ അതനുസരിച്ചിട്ട് കാർവാർ പോക്കൊക്കെ അതനുസരിച്ച് മാറ്റിയിട്ട് പിന്നെ എല്ലാ മാസവും പോകാൻ പ്ലാൻ ചെയ്തു. അടുത്ത മാസവും പോയി. അപ്പോൾ എനിക്കൊരാഗ്രഹം, ഇതുപോലെ എനിക്കും കഥയോ കവിതയൊക്കെ എഴുതി
അവതരിപ്പിച്ചാലോ. കവിതയൊക്കെ എൻ്റെ ഇത് പോയി, പൂർണ്ണമായിട്ടും കവിതയൊക്കെ കൈമോശം വന്നു. പണ്ട് ക്ലിപ്പിലൊക്കെ അവതരിപ്പിച്ച അതെല്ലാം പോയി. കഥ എഴുതാൻ തോന്നി. അങ്ങനെ ഞാൻ 2 കഥ എഴുതുകയാണ്. 2 കഥ. ആ കഥകളുടെ പേര് ഒന്ന് മാംസം, മറ്റൊരു കഥയുടെ പേര് ഊഴം. ഇങ്ങനെ 2 കഥകളാണ്. ഇന്നും ഗൂഗിളിലൊക്കെ കിട്ടും. ആ കഥ സാഹിത്യങ്ങളുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അങ്ങനെ 2 കഥകളും. ഒരു കഥ വെച്ച് നീണ്ടും പോയി. അത്രയൊക്കെ എഴുതിയെന്ന് എനിക്ക് അതിശയമുണ്ട്, എങ്ങനെയാണ് എഴുതാൻ പറ്റിയെന്ന്. പേപ്പറിലാണ് എഴുത്ത്. അങ്ങനെ 2 കഥ എഴുതി അവിടെ കൊണ്ട് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ശരി, ഇത് അടുത്ത മാസം അവതരിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത മാസം ഞാൻ ഇങ്ങനെ പരിപ്രവേശിക്കാണ് ചെന്നത്. കാരണം മാനസ ചേച്ചിയുടെ മുന്നിലൊക്കെ ഒരു കഥ 2 കഥ അവതരിപ്പിക്കാന്ന് പറഞ്ഞാൽ ധൈര്യം ഇല്ലായിരുന്നു അന്നേരം. അങ്ങനെ കഥ അവിടെ അവതരിപ്പിക്കുകയാണ്, 2 കഥകൾ. അതിനുശേഷം നല്ല ചർച്ചയുണ്ടായി അവിടെ കഥയെ പറ്റിയൊക്കെ. അപ്പൊ അവിടെ ഇരുന്ന ഒരു വ്യക്തി പറഞ്ഞു, ഇതെന്ത് കഥ, ഇങ്ങനെയുള്ള കഥയൊന്നും എഴുതിയിട്ട് വേദിയിലൊന്നും വരരുത്, ഇത് കഥയാണോ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ കഥ എഴുതുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പലരും കുറ്റപ്പെടുത്തി. അതിൽ ഒരു വാക്ക്, സ്വയംഭോഗം എന്നൊരു വാക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നൊരു വ്യക്തി പറഞ്ഞു, ഈ കഥ ഞാനങ്ങനെ വീട്ടിൽ കൊണ്ടുപോകും, എൻ്റെ വീട്ടിലിത് ഈ കഥയെ കൊണ്ട് പോകാൻ പറ്റില്ല, കാരണം ഈ വീട്ടിലാരെങ്കിലും വായിച്ച് എന്ത് മോശമല്ലേ ഇത് എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ മറ്റൊരു വ്യക്തി, ഒരു ആള് വിൽസൺ കുര്യാക്കോസ്, ഇപ്പോൾ ആ പേര് ഓർമ്മ വരുന്നുണ്ട്, അദ്ദേഹം അതിനെ എതിർത്തു. എന്താ കുഴപ്പമാക്കി, അടുത്ത പ്രാവശ്യം ഞാൻ ആ പേരിലൊരു കഥയോട് അവതരിപ്പിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ടായി. ഒറ്റ ദിവസം തന്നെ ഒരു വലിയ ചേഞ്ച് എനിക്കുണ്ടായി എന്നുള്ളതാണ്. ഒറ്റ ദിവസം തന്നെ ഒരുപാട് ചേഞ്ച് നമ്മുടെ ഇതിലുണ്ടായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിനുശേഷം ഒരു ധൈര്യം വന്നു, എഴുതാൻ പറ്റും. കാരണം കുറ്റമൊക്കെ പറഞ്ഞ ഒരുപാട് പേര്, പക്ഷെ അതേ ഇരിക്കട്ടെ, എന്നാലും കഥ എഴുതാൻ പറ്റിയില്ല. എനിക്ക് ഇത്രയും പേരുടെ മുന്നിൽ 2 കഥകൾ വായിക്കാൻ പറ്റിയെന്ന് ധൈര്യം വന്നു. അങ്ങനെ ഞാൻ പിന്നെ എഴുത്തിലോട്ട് വരികയാണ് പതുക്കെ പതുക്കെ. അതിനുശേഷം ആ കഥ തന്നെ ഇവിടെ ഒരു മഹാകേരളി എന്ന് പറഞ്ഞ് വലിയൊരു മത്സരം നടത്തി. നമ്മുടെ മഹാരാഷ്ട്ര കേരള രൂപീകരിച്ചതിന്റെ 60ാം വാർഷികം തോന്നുന്നു. അതിന്റെ വലിയൊരു മത്സരമാണ്. അതിന് ഈ കഥ ഞാൻ ഈ മാംസം എന്ന് പറഞ്ഞ കഥ കൊണ്ടു കൊടുക്കുകയും അതിന് 1ാം സമ്മാനം കിട്ടുകയും ചെയ്തു. അത് അത് പത്രത്തിലൊക്കെ പേരൊക്കെ അടിച്ചു വന്നു, ഇങ്ങനെ 1ാം സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞ് ഫോട്ടോയും പേരൊക്കെ വന്നൊരു വലിയ അത്ഭുതമായിപ്പോയി എനിക്കത്. അപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു പോയി. കാർവാറിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ഞാൻ തിരിച്ച് കാർവാറിന് പോയി. പക്ഷെ അപ്പോഴും വീണ്ടും എൻ്റെ മനസ്സിൽ ഈ എഴുത്തും സാഹിത്യ വിദ്യയും കടന്നു. അവിടുന്ന് ഞാൻ നാട്ടിലോട്ട് പോയപ്പോഴാണ് ഇപ്പൊ എഴുതുക എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെയെങ്കിൽ 2ാമത്തെ പുസ്തകം, ഈ 2 കഥകളും പണ്ട് കുങ്കുമത്തിൽ പ്രസിദ്ധീകരിച്ച കഥകളെല്ലാം അവിടെ ചേർത്ത് പ്രസക്തി ബുക്സ് തന്നെ എൻ്റെ ആൾമാറാട്ടം എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഇറക്കി. അതൊരു വലിയ അനുഭവമായിരുന്നു. ആൾമാറാട്ടം 2ാമത്തെ പുസ്തകമാണ്. അന്ന് അതൊരുപാട് കോപ്പിയൊക്കെ അടിച്ചു, എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് എനിക്ക് എന്തിനാണ് എന്നെ ഇത്രയും കോപ്പിയൊക്കെ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്തത്. അപ്പൊ സജു പറഞ്ഞ ആർക്കും കുഴപ്പമില്ല പറഞ്ഞ ആ പുസ്തകമൊക്കെ എനിക്ക് എൻ്റെ ഇല്ല, ഒരു കോപ്പിയൊക്കെ ഉള്ളൂ. അന്ന് അതെങ്ങനെ ഇവിടെ ആ പുസ്തകമൊക്കെ എവിടെ പോയെന്ന് എനിക്കറിയില്ല. അത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു കോപ്പിയുള്ളൂ. അന്ന് 1000 കോപ്പി അടിച്ച് എനിക്കന്ന് 1000, 400, 500 കോപ്പി വന്നതാണ്. ആ പുസ്തകങ്ങളെല്ലാം കാലക്രമേണ ഓരോരുത്തരും വായിക്കാൻ കൊണ്ടുപോയി. ഒരുപാട് പേര് അത് വായിച്ച് വിളിച്ചു. ഒരാളത് വായിച്ച് നാട്ടിൽ നിന്ന് നമ്പർ തേടി പിടിച്ച് വിളിച്ച അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൂടുതൽ ധൈര്യം തന്നു. മാത്രമല്ല ഈ സാഹിത്യവേദി നമ്മുടെ എഴുത്തിന് ഗുണം ചെയ്യുന്നുള്ള ഒരു ഉത്സാഹം എൻ്റെ മനസ്സിൽ കിടന്നിരുന്നു. അതിനുശേഷമാണ് ഞാൻ ആലപ്പുഴയിൽ, അവിടെ ഒരുപാട് വേദികളുണ്ടായിരുന്നു ആലപ്പുഴയിൽ. ജോസ് കുട്ടി എന്ന് പറഞ്ഞിട്ട് സുഹൃത്തിനെ, ജീവൻ, 2 പേരെ ഞാൻ പരിചയപ്പെട്ടു. എഴുത്തുകാരൻ ആലപ്പുഴ ഉണ്ടെന്നൊക്കെ അറിയാം, പക്ഷെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. തിരക്കി പിടിച്ച് എങ്ങനെയൊക്കെയോ ഞാൻ ഇവരുടെ അടുത്ത് എത്തി. ഇവര് എന്നെ അവിടെ ആലപ്പുഴയിലുള്ള കുറച്ച് വേദികളിലോട്ട്, അവിടെ 2 വേദികൾ സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ജോസ് കാട്ടൂർ എന്ന് പറഞ്ഞ ഒരു മഹാനായ മനുഷ്യൻ, അദ്ദേഹം ഒരു സെന്റ് മൈക്കിൾസ് കോളേജിന്റെ പ്രിൻസിപ്പളായി റിട്ടയർ ആയ ആളാണ്, ഇത് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന്റെ ഒരു സമിതിയുണ്ട്, എല്ലാ മാസവും തീരുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി. അതൊരു പുതിയ ലോകം, അതൊരു വേറൊരു സാഹിത്യ ചർച്ചാ ലോകം. അവിടെ നിന്ന് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ താമസിച്ച സ്ഥലത്ത് മലയാളികൾ വളരെ കുറവാണ്. ഉണ്ട് മലയാളികൾ, പക്ഷെ അതിങ്ങനെ എഴുത്തിലോട്ടൊന്നും അല്ലെങ്കിൽ സാധ്യതകളൊന്നും കാണാനിട്ട്. തൊട്ടടുത്ത സ്ഥലമാണ് ഗോവ. അങ്ങനെ ഞാൻ ഗോവയിൽ ചെല്ലുകയും ഗോവയിലെ കുറച്ച് മലയാളികളെ പരിചയപ്പെടാനുള്ള ഒരു സാധ്യത കിട്ടി. അത് ഞാൻ മംഗളത്തിൽ ഈ സമാജങ്ങളെ കുറിച്ച് കുറിപ്പെഴുതുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് എഴുതി കൊടുത്തതാണ് ഈ പ്രവാസി സമാജങ്ങളെ കുറിച്ചുള്ള. അപ്പൊ അതിനുവേണ്ടി അവിടുത്തെ സമാജത്തെ പോയി സമീപിച്ചാണ് സൗഹൃദം തുടങ്ങുന്നത്. അതൊരു വലിയ ചുവടുവെപ്പായിരുന്നു. കാരണം ഗോവയിലുള്ള ഒരുപാട് മലയാളികളെ അങ്ങനെ പതുക്കെ പരിചയപ്പെടാനും 2014 ഗോവയിൽ
ഏകദേശം 300ഓളം പേര് പങ്കെടുത്തൊരു വലിയ സാഹിത്യ സംഗമം നടത്താനും സാധിച്ചു. ആ സംഗമത്തില് ഈ ബോംബെയിൽ നിന്നുള്ള പഴയ അവിടെ പരിചയപ്പെട്ട പലരും പങ്കെടുത്തു. ബാംഗ്ലൂരിൽ നിന്ന് പങ്കെടുത്തു, മംഗലാപുരത്ത് പങ്കെടുത്തു, വിദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തി. ഒരുപാട് പേരെ അതിൽ പങ്കെടുപ്പിക്കാൻ പറ്റി. അങ്ങനെ ഒരു വലിയ ഒരു 2 ദിവസത്തെ 2 മുഴുവൻ ദിവസത്തെ വലിയ ഒരു പരിപാടിയായിട്ട് അത് മാറിയിരുന്നു. ഇന്നും അത് നടന്നു പോകുന്നുണ്ട്. ഞാനൊരു 5-6 വർഷക്കാലം അതിന്റെ നടത്തിപ്പുകാരനായിട്ട് നിന്നിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ബോംബെക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നു. കാർവാർ ഉപേക്ഷിച്ച് ബോംബെക്ക് വന്നു. അതിനുശേഷം ആ അവരുമായിട്ടുള്ള ബന്ധം ഇന്നും വളരെ ഊഷ്മളമായിട്ട് തുടർന്നു പോകുന്നുണ്ട്. ഇപ്പോഴും അവരുടെ പരിപാടികൾക്കെല്ലാം പോകാറുണ്ട്. എത്ര തിരക്കുണ്ടെങ്കിലും അതൊക്കെ സമയം കണ്ടെത്തി ഗോവയിലെ പരിപാടികൾക്കെല്ലാം പങ്കെടുക്കാറുണ്ട്. ഒരുപാട് എഴുത്തുകാരെ അവിടെ വെച്ച് പരിചയപ്പെടാൻ സാധിച്ചു. പിന്നെ എൻ്റെ ഒരു രസകരമായ സംഗതി വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ സാഹിത്യവേദിയിൽ ഒരു VT ഗോപാലകൃഷ്ണൻ പുരസ്കാരം കൊടുക്കുന്ന ഒരു അവരുടെ ഒരു പുരസ്കാരമുണ്ട്. അപ്പൊ അവിടെ ഓരോ വർഷം അവതരിപ്പിക്കുന്ന രചനകളിൽ മികച്ച രചനയ്ക്കാണ് VT ഗോപാലകൃഷ്ണന്റെ പേരിലുള്ള പുരസ്കാരം കൊടുക്കുന്നത്. ഈ സാഹിത്യവേദിയുടെ സ്ഥാപകരിൽ ഒരാളാണ് VT ഗോപാലകൃഷ്ണൻ. പിന്നെ C രാധാകൃഷ്ണൻ സാറ്, VT ഗോപാലകൃഷ്ണൻ, ഇങ്ങനെ അന്നത്തെ കാലത്തെ ഇവിടുത്തെ ബോംബെയിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം അവിടെ ചേർന്നാണ് ഈ സാഹിത്യവേദി രൂപീകരിക്കുന്നത്. 57 വർഷമായിപ്പോ. അപ്പൊ ഈ VT ഗോപാലകൃഷ്ണ പുരസ്കാരം എനിക്ക് കിട്ടിയില്ല. ആ കഥയ്ക്ക് കിട്ടിയൊന്നുമില്ല. എൻ്റെ ഈ കഥകളൊന്നും പരിഗണിച്ചില്ല. അന്ന് വേറെ ഏതോ ഒരു രചനയ്ക്കാണ് പുരസ്കാരം കിട്ടിയത്. പക്ഷെ അന്ന് ആ പുരസ്കാരം കൊടുക്കാൻ വന്നത് UA ഖാദർ മാഷാണ്. ഈ UA ഖാദർ എനിക്ക് വളരെ ഇഷ്ടമുള്ള എഴുത്തുകാരാണ്. പക്ഷെ എനിക്ക് വളരെ വിഷമം, അദ്ദേഹത്തെ ഒരിക്കലും നേരിട്ട് കാണാൻ പറ്റിയിട്ടുള്ളൊരു വിഷമമുണ്ട്. മലയാളത്തിൽ ഒട്ടുമുക്ക എഴുത്തുകാരുമായിട്ട് കാണാനും പരിചയപ്പെടാൻ പിന്നെ സാധിച്ചിട്ടുണ്ടെങ്കിലും എനിക്കതൊരു വലിയ നഷ്ടമായിപ്പോയി. ഞാനത് സമയം കിട്ടാതെ അദ്ദേഹം ഇത്ര പെട്ടെന്ന് വിട്ടുപോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. ശരിക്കും അതിന്നൊരു വളരെ 2 പേരെയാണ് എനിക്ക് ജീവിതത്തിൽ വളരെ നഷ്ടബോധമുള്ളത്. ഒന്ന് മാധവക്കുട്ടിയും, ഒന്ന് UA ഖാദർ മാഷുമാണ്. അത് ഖാദർ മാഷിന് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം അന്ന് സാഹിത്യവേദിയിൽ പുരസ്കാരം കൊടുക്കാൻ വേണ്ടി UA ഖാദർ മാഷാണ് വന്നത്. മാഷ് പുരസ്കാരം കൊടുത്ത് സംസാരിക്കുന്ന ഒരു വീഡിയോ എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നു. അന്ന് ഞാൻ ബോംബെയിൽ നിന്ന് തിരിച്ചു പോയില്ല. ഞാൻ ബോംബെയിൽ ഇല്ല അന്നേരം. പക്ഷേ ബോംബെയിലുള്ള ഒരു സുഹൃത്ത് P വിശ്വ എന്ന് പറഞ്ഞ എൻ്റെ നാട്ടുകാരാണ്, എഴുത്തുകാരനാണ്, കവിയാണ്. അദ്ദേഹം എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ഈ അവാർഡ് നൽകിക്കൊണ്ട് UA ഖാദർ മാഷ് പ്രസംഗിക്കുന്ന ഒരു വീഡിയോ ആണ്. അദ്ദേഹം അന്ന് ഏകദേശം ഒരു 12-13 മിനിറ്റാണ് സംസാരിച്ചത്. അതിൽ 11 മിനിറ്റ് അദ്ദേഹം എൻ്റെ ആ കഥയെക്കുറിച്ച്, എൻ്റെ 2 കഥകളെ കുറിച്ചാണ് സംസാരിച്ചത്. അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സാഹിത്യവേദിയിൽ UA ഖാദറൊക്കെ സെർച്ച് ചെയ്യാൻ നമുക്കത് കിട്ടുന്നത്. ആ പ്രസംഗം അങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരമാണ് ഞാൻ കാണുന്ന ആ വാക്കുകളെ. അദ്ദേഹം ആ കഥ മുഴുവൻ വായിച്ച ഓർമ്മയിൽ നിന്ന് ആ കഥ മുഴുവൻ അവിടെ മയക്കിക്കൂടെ ആ ഓഡിയൻസ് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ആ കഥയിലെ ട്വിസ്റ്റുകളും അതൊക്കെ എനിക്ക് ഒരുപക്ഷെ എനിക്ക് പോലും അത് അത്ര പെട്ടെന്ന് ആ കഥ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പെട്ടെന്ന് പറയാൻ പറ്റുമോ സംശയമുണ്ട്. പക്ഷെ അദ്ദേഹം ഓർമ്മയിൽ നിന്ന് ആ കഥ മുഴുവൻ ആവർത്തിച്ചു പറഞ്ഞ് ഒരു അത്ഭുതം സംഭവിച്ചു. അതൊരു വലിയ അനുഗ്രഹമായിട്ട് തോന്നി. അതിനുശേഷം 2017 ഞാൻ ബോംബെ വന്നതിന് ശേഷം വീണ്ടും സാഹിത്യവേദി കഥകൾ അവതരിപ്പിച്ചു. എനിക്ക് ഈ VT പുരസ്കാരം കിട്ടുകയും ചെയ്തു. അതിന്റെ 50-ാം വാർഷികത്തിന്, ഈ മുംബൈ സാഹിത്യവേദിയുടെ 50-ാം വാർഷികത്തിന് VT പുരസ്കാരം എനിക്ക് ലഭിച്ചു. എൻ്റെ ജറവ എന്ന് പറഞ്ഞൊരു കഥയ്ക്കാണ് ആ പുരസ്കാരം കിട്ടിയത്. അത് C രാധാകൃഷ്ണൻ ആണ് ആ പുരസ്കാരം തന്നത്. അതൊരു വലിയ അനുഗ്രഹമായി. കാരണം അന്ന് പോയെങ്കിൽ C രാധാകൃഷ്ണൻ സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷമുണ്ട്. അന്ന് ഈ ജറവ എന്ന കഥ അവതരിപ്പിച്ച ഓർമ്മ എനിക്കുണ്ട്. അന്ന് ഈ കഥ അവതരിപ്പിക്കുമ്പോൾ ഇതുപോലെ ചർച്ച നടന്നു. അപ്പൊ ചർച്ചയിൽ ഒരാള് പറഞ്ഞു, ഈ ജറവ ഇതൊക്കെ എന്ത് കഥ, കണക്കൊരു പണ്ട് ഇവിടെ ഒരു മാംസം എന്നൊരു കഥ അവതരിപ്പിച്ചിരുന്നു, അതെന്തൊരു നല്ല കഥയായിരുന്നു, ഇതൊക്കെ അതിന് മുന്നേ ഒന്നുമില്ല, ഇതൊന്നും അല്ല കഥ എന്ന് പറഞ്ഞു. ഇതേ കക്ഷി അന്ന് മാംസം അവതരിച്ചപ്പോൾ ഈ കഥ കൊള്ളത്തിൽ, ഇതൊക്കെയാണോ കഥ എന്ന് പറഞ്ഞ ആളാണ് ഈ പറയുന്നത്. ഞാനത് പറയാൻ കാര്യം അദ്ദേഹത്തെ ഒരുപക്ഷെ നമ്മളെ കൂടുതൽ മൂർച്ച കൂട്ടാൻ വേണ്ടി പറയുന്നതായിരിക്കും. അദ്ദേഹം നമ്മളെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. പക്ഷെ എനിക്ക് കൗതുകം തോന്നി. കാരണം ഇതേ കക്ഷിയാണ് പണ്ട് മാംസം വധിച്ചപ്പോൾ ഇതൊക്കെയാണോ കഥ, ഇതൊക്കെ കൊണ്ട് വേദി വരില്ലെന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ വേദികളുടെയൊക്കെ വേദികളുടെ പ്രത്യേകതകൾ. എഴുത്തുകാരെ മൂർച്ച കൂട്ടുന്ന അല്ലെങ്കിൽ അവരെ കുഴച്ച് പരുവപ്പെടുത്തുന്ന ഇത്തരം വേദികളാണ്. അല്ലാതെ ഇത് ക്ലാസ്സിലൊന്നും പോയൊന്നും നമുക്ക് സാഹിത്യം പഠിക്കാൻ പറ്റത്തില്ല. ഇത്തരം ചർച്ചാ വേദികൾക്ക് അവരുടെ ആവശ്യം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. ഇതിനെ നമ്മൾ ഇപ്പൊ നാട്ടിലൊക്കെ ക്ഷയിച്ചു പോയി. ഇത്തരം വേദികളൊന്നും ഇപ്പൊ ഇല്ലെന്നുള്ളത് തന്നെ പറയാം. അതൊക്കെ പുനരുജ്ജീവിപ്പിച്ച് വീണ്ടും ആ വേദികളിൽ ഒക്കെ തിരിച്ചു കൊണ്ടുവരണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ അതിന്റെ ഒരു പ്രോഡക്റ്റായിട്ട് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ ഞാനൊന്നും എഴുതുന്നില്ല. പിന്നെ ഒരുപാട് അനുഭവങ്ങൾ എഴുത്ത് ലോകത്തിൽ ഇതുപോലെ ഇത്തരം അനുഭവങ്ങൾ ഒരുപാട് പേരെ എഴുത്തിലും യാത്രയിലും പരിചയപ്പെട്ടു എന്നുള്ളതാണ്
മലയാളത്തിലെ ഒട്ടുമിക്ക എഴുത്തുകാരെയും എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു. ബോംബെയിൽ വെച്ചും ഗോവയിൽ വെച്ചും നാട്ടിൽ വെച്ചും ഒക്കെ പലയിടങ്ങളിലായിട്ട്. അതിൽ എനിക്ക് അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, നമ്മളൊരു എഴുത്തുകാരനെ പരിചയപ്പെട്ടതിന് ശേഷം അവരുടെ കൃതി വായിക്കുമ്പോൾ നമുക്ക് ഒരു കൂടുതൽ ഒരു അതിലൊരു ഉൾക്കാഴ്ച കിട്ടും. കാരണം അവർക്ക് അറിയാം, അവരുടെ മുഖം അറിയാം, അവരുടെ സൗണ്ട് അറിയാം, അവർ പറയുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. ഇങ്ങനെ ഇപ്പം ഖദീജ മുംതാസിന്റെ ഒക്കെ നോവലൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഖദീജ മുംതാസ് മാഡം അടുത്തിരുന്ന ആ നോവൽ വായിച്ചിരുന്നൊരു ഫീലിംഗ് ആണ് നമുക്കുണ്ടായത്. അതുപോലെയാണ് പലരുടെയും. ഇപ്പോഴും പല സൗഹൃദങ്ങളും വളരെ ഊഷ്മളമായിട്ട് നിലനിൽക്കുന്നുണ്ട്. നാട്ടിൽ വെച്ചാണെങ്കിലും ബോംബെ വെച്ചാണെങ്കിലും കാണാനുള്ള സാഹചര്യം ഇവരെ കാണാറുണ്ട്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ബാലസാഹിത്യങ്ങള് കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ആദ്യം എഴുതുന്ന ഒരു പുസ്തകം കുളം തോട് കായൽ എന്നൊരു ചെറിയ നോവലാണ്. അത് ശരിക്കും ആലപ്പുഴ, എൻ്റെ ചുറ്റുവട്ടത്തുള്ള എൻ്റെ വീട് നിൽക്കുന്ന കണക്കൂർ പ്രദേശത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയൊരു നോവലാണ്. കാരണം കായലിന്റെ തൊട്ടടുത്തുള്ള പ്രദേശമാണ്. അപ്പൊ അവിടെ ഇപ്പൊ ഞാൻ എൻ്റെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു 4 കുളം ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പകാലത്തിൽ. ഞാൻ കുളത്തിൽ നിന്നൊക്കെ വെള്ളം കോരി കുടിച്ച ഓർമ്മ എനിക്കുണ്ട്. എൻ്റെ ഏറ്റവും നല്ല ഓർമ്മയാണ്. ഞാൻ കളിയെല്ലാം കഴിഞ്ഞ് ഞാനും അനിയനും ഞങ്ങളെല്ലാം അവിടെ പോയി കുളത്തിൽ നിന്ന് വെള്ളം കോരി കുടിക്കുമായിരുന്നു. ഇന്ന് കുളത്തിൽ നിന്ന് പോയിട്ട് നമുക്ക് പൈപ്പിൽ നിന്നും വെള്ളം കുടിക്കാൻ പേടിയാണ്. നമ്മൾ കുപ്പിയിൽ വെള്ളം മേടിച്ച് കുടിക്കുന്ന ഒരു കാലത്തിലോട്ട് നമ്മൾ മാറി. ഈ കുളങ്ങൾ പോയി, തോടുകളില്ലാതായി. തോട് മൂടിയ രീതിയിലാണ് എൻ്റെ ജീവിതം ഇപ്പോഴത്തെ കാലത്ത്. കാരണം ഒരു മഴ പെയ്താൽ തന്നെ വെള്ളം പൊങ്ങുകയാണ്. ഇതെല്ലാം ആണ് ആ നോവലിൽ പ്രതിപാദിക്കുന്ന ഒരു വിഷയം. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആ നോവൽ ഇറക്കിയത്. നന്നായിട്ട് ചർച്ച ചെയ്യപ്പെട്ടൊരു പുസ്തകമായിരുന്നു അത്. അതിനുശേഷം കുരങ്ങൻ കുന്ന്, അങ്ങനെ കുറെ ബാലസാഹിത്യ നോവലുകൾ, ഒരു 6 or 7 ബാലസാഹിത്യ, ലാസ്റ്റ് ഏറ്റവും അവസാനം ഇറങ്ങിയ ബാലസാഹിത്യ നോവല് സോമുവിന്റെ പുഴ എന്നൊരു പുസ്തകമാണ്. ഇപ്പം ഒരു മാസം മുന്നേ ഇറങ്ങിയൊരു പുസ്തകമാണ്. തൃശ്ശൂരുള്ള ക്രിയാറ്റീവ് ബുക്സ്. അത് കുട്ടികളുടെ ദീപികയ്ക്കകത്ത് കണ്ണശ വന്ന ഒരു നോവലായിരുന്നു. അതിന് അവർ പുസ്തകമാക്കി വരുന്നത്. പിന്നെ നോവലെഴുത്തില് സത്യം പറഞ്ഞാൽ നോവലെഴുത്താണ് എനിക്ക് എനിക്ക് എഴുതാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവം. അതിൽ ആദ്യം എഴുതിയ നോവല് ഗോമന്തകം ഗോവയുടെ ചരിത്രമായിട്ട് ബന്ധപ്പെടുത്തി എഴുതിയൊരു നോവലാണിത്. ആ നോവലിന് എക്സ്പ്രസ് പുരസ്കാരം കിട്ടി. അത് ബെന്യാമിൻ്റെ കയ്യിൽ നിന്ന് പുരസ്കാരം വാങ്ങാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട്. വലിയ ചടങ്ങായിരുന്നു, നല്ലൊരു മത്സരം. ഒരുപാട് നോവലുകളുടെ ഇടയിൽ നിന്നാണ് അതിന് ആ പുരസ്കാരം കിട്ടിയത്. അത് ശരിക്കും പറഞ്ഞാൽ നോവൽ എഴുതാനുള്ള ഒരു ധൈര്യം തരികയായിരുന്നു. ആ പുരസ്കാരവും ആ നോവലിന് കിട്ടിയ സ്വീകാര്യതയൊക്കെ. പബ്ലിഷർ എന്തോ അറിയില്ല, അത് ആ പുസ്തകത്തിന് പിന്നെ ഒരു പതിപ്പുകളൊന്നും ഉണ്ടായില്ല. ആ പബ്ലിഷർ വലിയ ശ്രദ്ധ കൊടുത്തില്ലെന്നോ ആ നോവലിന്. അതിനുശേഷം വീണ്ടും കുറച്ച് നോവൽ എഴുതാൻ പറ്റി. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇപ്പോഴും ആളുകൾ വായിച്ചു വിളിക്കാറുള്ള നോവലാണ് ദ്രവരാഷ്ട്രം എന്ന് പറഞ്ഞൊരു ചെറിയ നോവൽ. വളരെ ചെറിയ നോവലാണ് ദ്രവരാഷ്ട്രം. ചിന്ത പബ്ലിഷേഴ്സ് ഇറക്കിയ നോവൽ. ഇപ്പൊ 2ാം പതിപ്പൊക്കെ ഇറങ്ങി. അതും കുറച്ച് നാളായി 2ാം പതിപ്പും കഴിഞ്ഞു കാണണം. പിന്നെ ഉള്ള ഒരു നോവല് നിഴൽനഗരം എന്നൊരു നോവൽ. അത് എനിക്ക് വലിയൊരു അബദ്ധം പോലെയാണ് എപ്പോഴും തോന്നാറുള്ളത്. കാരണം അത് DC ബുക്സിനാണ് അയച്ചു കൊടുത്ത്, അവരെ സ്വീകരിച്ചു. അപ്പൊ DC പുസ്തകം വരുന്നെന്ന് പറഞ്ഞ ഏത് എഴുത്തുകാരനും പോലെ ഞാൻ സന്തോഷിച്ചു. പക്ഷെ അതൊരു വലിയ ഒരു അബദ്ധമായിരുന്നു പിന്നീട് മനസ്സിലായി. കാരണം DC പുസ്തകമൊക്കെ ഇറക്കി, പക്ഷെ അത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അത് അവരെനിക്ക് അയച്ചു തന്നപ്പോൾ അതിൽ കറണ്ട് ബുക്സിന്റെ ലോഗോയൊക്കെയാണ് തന്നിരുന്നത്. അവരെനിക്ക് മെയിലിൽ കവറൊക്കെ അയച്ചു തന്നപ്പോൾ അതിൽ കറണ്ട് ബുക്സിന്റെ ലോഗോയൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ പുസ്തകമായി വന്നു കഴിഞ്ഞപ്പോൾ ആ കറണ്ട് ബുക്സിന്റെ ലോഗോ മാറ്റി വേറൊരു പേര്, ഫോലിയോ എന്തോ പറഞ്ഞ പേരിലേക്കാണ് വന്നത്. പിന്നെ പുസ്തകം അവര് പറഞ്ഞ പുസ്തകം അത് അങ്ങനത്തെ ഒരു സ്കീമാണ്, അത് അങ്ങനെ ഷോറൂമിലൊന്നും വെക്കത്തൊന്നുമില്ല, അങ്ങനെ അത് വേറെ ഏതെങ്കിലും പബ്ലിഷർ കൊടുത്താൽ മതിയായിരുന്നു പിന്നീട് തോന്നി. പിന്നീടൊരു നോവല് ഭൗതി എന്ന് പറഞ്ഞൊരു രവീന്ദ്രനാഥ് ടാഗോറിന്റെ ബേസുള്ള നോവൽ. അത് സാഹിത്യ ചാനലിൽ ആ നോവലിനെ കുറിച്ച് വളരെ വിശദമായിട്ടൊരു വീഡിയോ ഉണ്ട്. അത് കാരണം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അതിന്റെ 2ാം പതിപ്പ് ഇറങ്ങുകയാണ്, അത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. നല്ല സ്വീകാര്യത കിട്ടിയ നോവലാണ് അത്. അതിന്റെ 2 കാരണം കൊണ്ടാണിത്. ഒന്ന്, അതിൽ പ്രതിപാദിക്കുന്ന വിഷയം. രണ്ടാമത്തെ, അത് ടാഗോറിന്റെ ബാല്യകാലം പ്രതിപാദിക്കുന്നു. രണ്ടാമത്, അധികം ഒന്നും മലയാളികൾക്ക് പരിചയമില്ലാത്ത കാർവാർ എന്ന ഭൂമികയിൽ നിന്ന് എഴുതപ്പെട്ട നോവൽ. ഇങ്ങനെ 2 പ്രത്യേകതകളുണ്ട് അതിന്. കന്നഡ പതിപ്പിറങ്ങി. കന്നഡ പതിപ്പിന് വളരെ വലിയ സ്വീകാര്യത കിട്ടിയെന്ന് അറിഞ്ഞു ബാംഗ്ലൂരിലൊക്കെ ഒരുപാട് പേര്. അത് കാരണം കാർവാറിൽ നടക്കുന്ന സംഭവം കൊണ്ടായിരിക്കാം കന്നഡ പതിപ്പിനും ഒരുപക്ഷെ മലയാളത്തെക്കാൾ നല്ല സ്വീകാര്യത കിട്ടിയത്. ആ പുസ്തകത്തിന് കഴിഞ്ഞ 2023 സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം കിട്ടി. പുരസ്കാരങ്ങൾ, അതുടെ കാര്യം
പുരസ്കാരങ്ങൾ അങ്ങനെ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. പുരസ്കാരത്തിലൊന്നും എനിക്കങ്ങനെ വലിയ വിശ്വാസമൊന്നും ഇല്ല. എനിക്ക് സന്തോഷം തരും എന്നുള്ള സത്യമാണ്. അതിൽ പരം അതില് അങ്ങനെ ഇങ്ങനെ അങ്ങനെ അത്യധികം ആഹ്ലാദിക്കാനൊന്നും ഇല്ലെന്ന് തോന്നാറുണ്ട്. കാരണം പുരസ്കാരമൊക്കെ കിട്ടുന്നത് എന്നെ പോലെ ഇങ്ങനെ അധികം സെൽഫ് പ്രൊമോഷൻ ഒന്നും ഇല്ലാത്ത എഴുത്തുകാർക്ക് ശരിക്കും ഒരു അനുഗ്രഹമാണ്. കാരണം എനിക്കും നമ്മുടെ ജോലിയുടെ പ്രത്യേകത കൊണ്ടും കേരളത്തിനുള്ളിൽ ജീവിക്കുന്നത് കൊണ്ടൊക്കെ പലപ്പോഴും നമുക്ക് ഈ പ്രൊമോഷൻ ചെയ്യുക, പുസ്തകങ്ങളെ എഴുത്തിനൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പറ്റാത്ത കാര്യമാണ്. ഇനി ആകെക്കൂടെ ഈ പുരസ്കാരങ്ങളുടെ വാർത്തകൾ വരുന്നതാണ് ഒരു സന്തോഷം. അതിന് എടുത്തു പറയപ്പെടേണ്ട ഒരു പുരസ്കാരമാണ് ഗോൾഡൻ ക്യാറ്റ് പുരസ്കാരം, ഹൈദരാബാദ് എന്നൊരു സംഘടനയുടെ. അതിന് പ്രത്യേകത പലതുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. ഒന്നാമത്തെ കാര്യം, അതൊരു പ്രവാസ സംഘടന തരുന്ന ഒരു പുരസ്കാരമാണ്. കാരണം 30 വർഷം പ്രവാസ ജീവിതം, മറുനാട് മലയാളിയായിട്ട് ജീവിക്കുന്ന അതിനോടൊരു പ്രത്യേക മമതയും സ്നേഹമുണ്ട്. രണ്ടാമത്തത് അതിന്റെ സുതാര്യത. അതിന്റെ അവസാനത്തെ 10 പുരസ്കാരത്തിന്റെ അവസാനത്തെ 10 ഷോർട്ട് ലിസ്റ്റ് ചെയ്ത നോവലുകളുടെ പേരുകൾ വന്നപ്പോൾ ഞാൻ 100% ഉറപ്പിച്ച് എനിക്കിത് കിട്ടത്തില്ലെന്ന്. കാരണം വളരെ ബാക്കിയുള്ള പേരുകളെല്ലാം കേരളത്തിൽ വളരെയധികം ഉയർത്തപ്പെട്ട പേരുകളാണ്. അവരെല്ലാം വളരെ നല്ല എഴുത്തുകാരാണ്. മാതൃഭൂമിയിൽ വരെ കഥകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ അവരുടെയൊക്കെ പുസ്തകങ്ങൾ കഥയുള്ളപ്പോൾ എൻ്റെ കഥയ്ക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷെ അതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു കഥ, കോഴി എന്നൊരു കഥയ്ക്ക് ആ പുരസ്കാരം കിട്ടിയുണ്ടായി. മുഖ്യധാരയിൽ 1-2 മാസം അയച്ച് പ്രസിദ്ധീകരിക്കാത്ത കഥയായിരുന്നു അത്. അതാണ് ഏകദേശം 350 കഥകളിൽ നിന്ന് അതിന് 1-ാം സ്ഥാനം കിട്ടി. അത് NS മാധവനെ പോലെ ഒരു മഹാവ്യക്തിത്വത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങുവാൻ സാധിച്ചു. അതൊരു വലിയ സന്തോഷമാണ്. അതിന് അഭിമാനമുണ്ട്. കാരണം അതിനുശേഷം ആണ് അതിന്റെ വിധികർത്താക്കളായിരുന്ന അവരൊക്കെ പറഞ്ഞിരുന്നത് ഇത് 100% സുതാര്യമായിട്ട് കൊടുക്കുന്നതാണ്. കാരണം അവർക്കൊന്നും ആ വിധികർത്താക്കൾ ആരാന്ന് പോലും അവർ ഹൈദരാബാദിലുള്ള മലയാളികൾ പോലും അറിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അങ്ങനെ വളരെ സുതാര്യതയോടെ നടത്തുന്ന അവാർഡുകൾ കേരളത്തിൽ വളരെ കുറവാണ്. അതാണ് എടുത്തു പറയാൻ കാര്യം. പിന്നെ ഇപ്പൊ അവസാനം ഇറങ്ങിയ ഒരു നോവല് ദൈവികം എന്നൊരു നോവലാണ്. അതാണ് ഇപ്പൊ അവസാനം ഇറങ്ങിയ ഒരു നോവല്. ദൈവികം ശരിക്കും ബോംബെയിലെ ഞാൻ ഒരു പുതുമുഖമാണ്. ഇന്നും ബോംബെയിലെ പല എഴുത്തുകാരും എന്നെ ബോംബെക്കാരനായിട്ട് അംഗീകരിച്ചിട്ടില്ല ഇപ്പോഴും. അവരിപ്പോഴും ഞാൻ ഇന്നലെ വന്നുവെന്ന് പറഞ്ഞ് മാറ്റി നിർത്താനാണ് ശ്രമിക്കാറുള്ളത്. അങ്ങനെ ഒരുപാട് പേരെ എനിക്കറിയാം. പക്ഷെ അതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ ശരിയായിരിക്കും. ഞാൻ ഇന്നലെ വന്ന ആളാണ്, വന്നിട്ട് അധികം വർഷമായിട്ടില്ല. പക്ഷെ ദൈവിക എന്ന നോവൽ എഴുതാൻ വേണ്ടി ഞാൻ മുമ്പേ ശരിക്കും ഉപയോഗിക്കാൻ കഴിഞ്ഞു. അത് ശരി. ഒരുപക്ഷെ ആ നോവൽ വായിക്കുന്നവർക്ക് ഒരുപാട് എതിരഭിപ്രായം വരും. ഇതിങ്ങനൊന്നും അല്ലല്ലോ ഞങ്ങളുടെ മുംബൈ എന്ന് പറയും. പക്ഷെ അവർക്കത് പറയാം. പക്ഷെ എന്റെ ബോംബെ ഇങ്ങനെയാണ്. ഞാൻ കണ്ട ബോംബെയെ കുറിച്ചും ഞാൻ മനസ്സിലാക്കിയ മുംബൈയെ കുറിച്ചുമാണ് ഞാൻ എഴുതിയത്. എനിക്ക് മുംബൈയിൽ 3 ഊഴങ്ങളാണ്. ഞാൻ ആദ്യം പഠിച്ചു കഴിഞ്ഞിട്ട് മുംബൈ വന്ന ഒരു വളരെ വർഷങ്ങൾക്ക് മുന്നേ, 30 വർഷങ്ങൾക്ക് മുന്നേ അത് ഞാൻ പെട്ടെന്ന് തിരിച്ചുപോയി. അത് നൊസ്റ്റാൾജിയ പിടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചുപോയി. അതിനുശേഷം പിന്നെ വന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ സെൻട്രൽ ലെവൻഷിപ്പ് പഠിക്കാൻ വന്നൊരു വർഷക്കാലം. അതിനുശേഷമാണ് 3ാമത്തെ ഊഴത്തിലാണ് ഇപ്പം മുംബൈ എടുക്കുന്നത്. ഇതിന്റെ 3ാം ഊഴമാണ്. അപ്പം ആദ്യ ഊഴം വന്നപ്പോൾ ഞാനൊരു 18 അല്ലെങ്കിൽ 19 വയസ്സുള്ള പയ്യനായിരുന്നു. അപ്പൊ നമുക്ക് അറിയില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് 2ാം ഊഴത്ത് വന്നപ്പോഴത്തേക്ക് ഒരു വർഷം ഞാൻ ശരിക്കും ബോംബെ എഴുത്തുകാരനൊന്നും അല്ലെങ്കിലും മുമ്പേ മനസ്സറിയാൻ ശ്രമിച്ച ഒരുപാട് യാത്രകളും ഒക്കെ ഉണ്ടായി. ഇപ്പോഴത്തെ ഈ 3ാം ഊഴം വന്നപ്പോൾ അങ്ങനെയല്ല. ഇത് എനിക്ക് ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ഇപ്പൊ എനിക്ക് മുമ്പേ ഉള്ളത്. ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, ഒരുപക്ഷെ നാട്ടിലുള്ളതിനേക്കാൾ ഏറെ സുഹൃത്തുക്കൾ ഈ ഏതാനും വർഷങ്ങൾ കൊണ്ട് ഇവിടെ കിട്ടിയെന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി പലരുമായിട്ട് സഹകരിച്ചുകൊണ്ട്. എഴുത്ത് വഴിയിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേരുമായിട്ട് അക്ഷര സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. കുറച്ച് വർഷങ്ങളോ ഇവിടുത്തെ വായനോത്സവം നടത്താൻ സാധിച്ചു. ഏതാനും വർഷങ്ങൾ അതിലൂടെ ഒരുപാട് കൊച്ചു കുട്ടികളെ നമ്മൾ തിരിച്ചറിയും. ഇപ്പോഴും ആ കുട്ടികളോടുള്ള സ്നേഹം അവരെ വല്ലത്ത് കാണുമ്പോഴും അവർ തിരിച്ചറിയുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു അക്ഷര സ്നേഹിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യം അതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. നമ്മൾ തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മിനിമം ഏത് നോക്കിച്ച് തന്നെ അറിയാവുന്ന ഒരാളെങ്കിലും ഉണ്ട്. ഞാനിപ്പോൾ നേത്രാവതിയിലൊക്കെ തീവണ്ടിയിലാണ് വരുന്നതെങ്കിൽ ആരെങ്കിലും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, അവർ സംസാരിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ മറന്നു പോകും പേരൊക്കെ, പക്ഷെ അവർ ഓർത്തിരിക്കുന്നതിനോട് സന്തോഷമുണ്ട്.
എല്ലാ യാത്രകളിലും എനിക്ക് അതുപോലെ സൗഹൃദങ്ങൾ കുട്ടികളൊക്കെ പറയുന്നുണ്ട്. കാരണം അവരുടെ മത്സരങ്ങളൊക്കെ നമ്മൾ നടത്തിപ്പുകാരനായിട്ടോ ജഡ്ജായിട്ടോ പോയിരുന്ന അനുഭവങ്ങളുണ്ട്. അങ്ങനെ ബോംബെ ഇനിയും കുറച്ച് വർഷം കൂടെ ഉള്ളൂ ബോംബെയിൽ. പക്ഷെ ഈ സൗഹൃദങ്ങളൊക്കെ കൂടുതൽ ബലപ്പെടുത്തണം. പിന്നെ എഴുത്ത് മറ്റെല്ലാ മേഖലയെ പോലെ എഴുത്തിലും മത്സരങ്ങളുണ്ട്. അവിടെ ശത്രുക്കൾ ഉണ്ടാകാറുണ്ട്, വൈര്യം സൂക്ഷിക്കുന്നവരുണ്ട്. പിന്നെ മുംബൈയില് ഇവിടുത്തെ ഒരു മഞ്ഞ മാസികയിൽ എന്നെ ഇവിടെ ഒരു മഞ്ഞ മാസിക ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോന്നറിയില്ല. അതിൽ എന്നെ വളരെ അപകീർത്തിച്ചൊക്കെ എഴുതിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരാൾ എഴുതിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ തമാശയായിട്ട് എടുത്തത്. അതൊന്നും കാര്യമായിട്ടില്ല. അതൊക്കെ ഒരു സൗഹൃദത്തിന്റെ മറ്റൊരു മുഖം എന്ന രീതിയിൽ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞിട്ടേ ഉള്ളൂ. അതൊന്നും എന്നെ ഒട്ടും ബാധിച്ചിട്ടില്ല. അതൊക്കെ രസം ആണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ വേണമല്ലോ, അല്ലെങ്കിൽ എന്താ രസം എന്ന് തോന്നാറുണ്ട്. ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് മുംബൈ. പിന്നെ മുംബൈയും കേരളവും എനിക്ക് മുംബൈ എന്നല്ല, ഞാൻ താമസിച്ച തമിഴ്നാട്ടിലെ സ്ഥലമാണെങ്കിലും ശരി, കാർവാടാണെങ്കിലും ശരി, പിന്നീട് വന്ന മുംബൈ ആണെങ്കിലും ശരി, ഇതെല്ലാം എനിക്ക് കേരളവും പോലെയാണ്. ഇതിലൊന്നും വ്യത്യാസം കാണുന്നില്ല. എല്ലായിടത്തും മനുഷ്യരാണുള്ളത്, ജീവിതമാണുള്ളത്. കെട്ടുമുട്ടമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷെ മനുഷ്യന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. എല്ലായിടത്തും എല്ലാവരും മനുഷ്യർ ഒരുപോലെയാണ്. തിരിച്ചു നാളെ നാട്ടിൽ മടങ്ങെത്തിക്കഴിഞ്ഞാലും ഇതേപോലെ തന്നെ അവിടെയും ജീവിക്കാൻ പറ്റും. സൗഹൃദങ്ങൾ ഒരുപാടുണ്ട്. ആലപ്പുഴ ഇപ്പം എടുത്തു വഴിയിൽ തന്നെ ആലപ്പുഴ ഒരുപാട് സൗഹൃദങ്ങളായിട്ടുണ്ട്. ഇപ്പം നാട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ആരെങ്കിലും കാണാനും എഴുത്തുകാരെ കാണാനും അവരെയൊക്കെ ആയിട്ട് സംവദിക്കാനും, പിന്നെ ഫോൺ സൗകര്യം മറ്റേ വാട്സപ്പ് വീഡിയോ കോളൊക്കെ ഉള്ള കാരണം കൂടുതൽ ആഴത്തിൽ സംവദിക്കാൻ സാധിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ എഴുത്തിനെ കുറിച്ച് പറയാനുള്ളത്. Mumbai became one of the major centers of the freedom movement led by Mahatma Gandhi. Whether it was the Dandi March or the New Cooperation Movement, the freedom fighters of Maharashtra really participated and supported the cause of Mahatma Gandhi. Mahatma Gandhi led the